തുലാം രാശിക്കാരുടെ ഫലം നമുക്ക് നോക്കാം. മെയ് 12 മുതൽ 18 വരെ തുലാ രാശിക്കാർക്ക് സാമൂഹികവും കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു മേഖലയിലെ ഒരു ഫലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരാഴ്ച ബന്ധങ്ങളിലൊക്കെ തന്നെ ഒറ്റപ്പെടലോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പെട്ടെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടെന്നുള്ളൊരവസ്ഥകളൊക്കെ ഉണ്ടാകാം. വളരെ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ മാത്രം പ്രതികരിക്കുക. ചാടിക്കയറി തീരുമാനമെടുത്ത് പ്രതികരിക്കരുത്. കുടുംബ ബന്ധങ്ങളിലും അല്ലെങ്കിൽ സമൂഹത്തിലും സഹപ്രവർത്തകരുമായിട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ടോ ഒക്കെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ തർക്കങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അവയൊക്കെ ഒഴിവാക്കാം. ഫലപ്രദമായിട്ടുള്ളൊരു ആശയവിനിമയം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. മികച്ച രീതിയിലൊരു ആശയവിനിമയം ഇവരുമായിട്ടുണ്ടാകുക. ആരോഗ്യം നോക്കുകയാണെങ്കിൽ ആരോഗ്യം ഇച്ചിരി ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് മിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കാണുന്നുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു വിശ്രമം അനിവാര്യമാണ്. നമ്മുടെ കഴിവിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് ജോലി ചെയ്യരുത്. നമ്മുടെ കഴിവിൻ്റെ പരിധി എത്രയാണോ എന്ന് ഓരോ വ്യക്തികൾക്കും അറിയാം. അതിനനുസരിച്ച് മാത്രമേ ജോലി ചെയ്യാവൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട. സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ണുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ, കണ്ണ് അല്ലെങ്കിൽ തലവേദന ഉണ്ടാകാം, അല്ലെങ്കിൽ കണ്ണ് വേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രവൃത്തി മേഖലയിലും ബിസിനസ്സിലുമൊക്കെ തന്നെ പുരോഗതിക്ക് ഉതകുന്നൊരു കാലഘട്ടമാണ് ഈ ഒരാഴ്ച. അതായത് മെയ് 12 മുതൽ 18 വരെ തുലാം രാശിക്കാർക്ക് ഒരു ജോലി ചെയ്യുന്ന മേഖലയിൽ ബിസിനസ്സിലൊക്കെ തന്നെ പുരോഗതി കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മളൊരു പൂർണ്ണമായിട്ടുമുള്ളൊരു കഠിനാധ്വാനം ഇവിടെ അനിവാര്യമാണ്. തട്ടിപ്പും വെട്ടിപ്പിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കണം. ചതിവിലൂടെയും ഒക്കെ തന്നെ നമുക്ക് കാര്യങ്ങൾ നേടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിലേക്ക് നമ്മൾ പോകരുത്. എളുപ്പം അങ്ങനെ ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന തോന്നൽ നമുക്കുണ്ടാകാം. പക്ഷെ അത് വേണ്ട. നേരായ മാർഗത്തിലൂടെ മാത്രം പോകുക. പുതിയ അവസരങ്ങളൊക്കെ വരും. ഈ അവസരങ്ങളിലേക്കൊക്കെ തന്നെ ബിസിനസ്സിൽ, പ്രവൃത്തി മേഖലയിലൊക്കെ തന്നെ തീരുമാനമെടുക്കുമ്പോൾ ജാഗ്രതയോടെ തീരുമാനിക്കുക. ഒരാവർത്തി ആലോചിച്ച് അതിൻ്റെ വരും വരാകുകളൊക്കെ തന്നെ നോക്കി ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച ശേഷം തീരുമാനമെടുക്കണം. സാമ്പത്തിക സ്ഥിതി ഒരു സ്ഥിരതയുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരാഴ്ച കാണുന്നത്. ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ചിലവുകൾ കാണുന്നുണ്ട്, അനാവശ്യ ചിലവുകളും കാണുന്നുണ്ട്. ചിലയിടങ്ങളിൽ നിന്നൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാം. വായ്പകളൊക്കെ കൊടുക്കുന്നത് ഒഴിവാക്കുക. ഒരു പക്ഷേ വായ്പ കൊടുത്താലോ അത് തിരിച്ചു കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്ന ഒരു വാരമായിരിക്കും ഇത്. നിക്ഷേപങ്ങളിലൊക്കെ തന്നെ കാശ് ഇറക്കുമ്പോൾ അത് ആലോചിച്ച് തീരുമാനമെടുത്ത് നിക്ഷേപിക്കുക. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക്, ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അല്ലാതെയും പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഒരു ആത്മവിശ്വാസം ആവശ്യമുള്ളൊരു സാഹചര്യമാണ്. ശ്രദ്ധാപൂർവം പഠന പ്രവർത്തികളിൽ, അത് സ്കൂൾ മാത്രമല്ല എല്ലാ തരത്തിലെ വിദ്യാഭ്യാസം മേഖലയിലും ശ്രദ്ധാപൂർവം നമ്മൾ പങ്കെടുക്കണം. പഠനം വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. വൈവാഹിക ജീവിതം അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിലൊക്കെ തന്നെ ബന്ധങ്ങളിൽ പരസ്പരം ഒരു ബഹുമാനം വേണം. മാനസികമായ പിന്തുണ പരസ്പരം നൽകേണ്ടുന്ന ഒരു സമയമാണ്. ഒരു ബലം നൽകേണ്ടത് ആവശ്യമാണ്. വളരെ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരാഴ്ച. 13, 15 തീയതികളൊക്കെ ശുഭദിനങ്ങളാണ്. 12, 17 തുടങ്ങിയ തീയതികളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് പൊതുവിൽ തുലാം രാശിക്കാരുടെ മെയ് 12 മുതൽ 18 വരെയുള്ള ഒരു ഫലമെന്ന് പറയുന്നത്. തുലാം രാശിക്കാർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വളരെ നല്ല രീതിയിൽ ഈ ഒരാഴ്ച മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി.